ഓക്കെ. അപ്പൊ അത് സെക്കൻഡ് ബുക്കാണ് എന്റേത്. ആദ്യത്തെ ബുക്ക് ഞാൻ തന്നെ സ്വന്തം പേര് പബ്ലിഷ് ചെയ്ത് അത് വിറ്റുപോയി. ഇവര് ആ 200 കൂടുതൽ ബുക്ക് പ്രിന്റ് ഇവര് ചെയ്യുവോ, അത് നമ്മളത് അറിയുവോ, ഇവര് നമ്മളല്ലാതെ ഇവര് വേറെ വിറ്റ് പോകുന്നുണ്ടോ? എങ്ങനെയാണ് ആമസോണിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വേറൊരു ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനാണ് ഈ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. ആ അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ഡീറ്റെയിൽസ് ഒന്ന് തരണം ഒന്ന്. രണ്ടാമത്തെ നമ്മൾ മീറ്റിങ്ങിൽ ടൈം ഏകദേശം വരുന്നത് 25 മിനിറ്റ്സ് ആണ്. ആ ഓക്കെ. പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ചെറിയ ഡീറ്റെയിൽ തരാണെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഞാന് എന്റെ ബുക്ക് മുഴുവൻ എന്റെ കൈപ്പടയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഫുള്ള് തീർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ അത് സെക്കൻഡ് ബുക്കാണ് എന്റേത്. ആദ്യത്തെ ബുക്ക് ഞാൻ തന്നെ സ്വന്തം പേര് പബ്ലിഷ് ചെയ്ത് അത് വിറ്റുപോയി. ഓക്കെ. ഇനി നമുക്ക് ആമസോണ്, ഫ്ലിപ്കാർട്ട് വഴി പിന്നെ ഈ ബുക്കുമായിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഓക്കെ. ഞാനിപ്പോ ഇവിടെ പുറത്ത് പ്രിന്റ് ചെയ്യുന്ന പൈസ ഒക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര പൈസയാ പറയുന്നത്, 1000 ഓക്കെ. ബുക്കൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പൊ ഈ ആമസോണിലേക്ക് നമ്മുടെ ഇതിന്റെ ഈ എന്തല്ല DTP ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇവര് നമ്മളോട് പറയുന്ന ഇപ്പൊ 200 ബുക്ക് ഇവര് പ്രിന്റ് ചെയ്യുന്നെങ്കിൽ ഇവര് ആ 200 കൂടുതൽ ബുക്ക് പ്രിന്റ് ഇവര് ചെയ്യുവോ, അത് നമ്മളത് അറിയുവോ, ഇവര് നമ്മളല്ലാതെ ഇവര് വേറെ വിറ്റ് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അറിയണം. ഓക്കെ. ആമസോണിൽ ഇ ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നോർമലായിട്ട് സാധാരണ സ്റ്റോക്ക് വെക്കുന്ന പോലെ തന്നെ ചെയ്യണം. ഒന്ന്, എത്രയാണോ സ്റ്റോക്ക് വെക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രിൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാകുമ്പോൾ ഓരോ ഓർഡർ വരുന്നതനുസരിച്ചും അത് പിക്ക് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് ഫ്ലോ ഉണ്ടല്ലോ, അത് ചെയ്യണം. ഫിസിക്കൽ ബുക്ക് ആകുമ്പോൾ, ഇ ബുക്ക് ആകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. എപ്പോൾ വേണമെങ്കിലും അത് ഓർഡർ വരാം, അതിനനുസരിച്ച് ആമസോൺ തന്നെ ഡെലിവറി ആക്കും. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണല്ലോ ഈ ബുക്ക് വരുന്നത്. ഇനി അതിൽ തന്നെ ഒരു ഫിസിക്കൽ ബുക്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഹാർഡ് പേപ്പർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അപ്പോൾ സാധാരണ ഒരു ബുക്ക് എങ്ങനെയാണോ കയ്യിൽ കിട്ടുന്നത് ആ രൂപത്തിലായിരിക്കും കസ്റ്റമർക്ക് കിട്ടുക. കസ്റ്റമർക്ക് ഈ ബുക്കായിട്ട് പർച്ചേസ് ചെയ്യാം, അതിൽ ബുക്കായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓർഡർ വരുന്ന സമയത്ത് ആമസോൺ തന്നെ അത് പ്രിന്റ് ചെയ്തിട്ട് കസ്റ്റമറെ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യും, വേൾഡ് വൈഡ് ആയിട്ട്. ഓക്കെ. ഇങ്ങനെ അതിൻ്റെ രണ്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് അതിന് സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്കൽ ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഈ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്കൽ ബുക്ക് ആണെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. അതായത് GST കാര്യങ്ങളൊക്കെ ലൈസൻസ് എടുത്ത് സാധാരണ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫിസിക്കൽ ബുക്ക് സെല്ല് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഇനീഷ്യലായിട്ട് എക്സ്പെൻസ് ഉണ്ടാവും. 100, 200, 500 എത്രയാണ് ബുക്ക് പ്രിന്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, പ്രിന്റിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഏറ്റവും നല്ലത് ഈ ബുക്കും അല്ലെങ്കിൽ ആമസോൺ പ്രിന്റ് ചെയ്യുന്ന കിൻഡർ പബ്ലിക് എന്ന് പറയും, കിൻഡർ പബ്ലിഷ്, ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത് പാൻ കാർഡ് വേണം. പിന്നെ ഒരു അഡ്രസ് പ്രൂഫ്, സാധാരണ ID പ്രൂഫോ വോട്ടർ ID ഏതെങ്കിലും ഒന്നും. പിന്നെ ഒരു ആമസോണിൽ ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ ആമസോൺ തരുന്ന ഒരു ടാക്സ് ഫോം ഉണ്ട്, അത് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. ഇത്രയായി 5 ഘട്ടങ്ങളാണ് അതിൻ്റെ ആമസോണിലെ അക്കൗണ്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷന്. അപ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 48 അവേഴ്സിനുള്ളിൽ അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് ഓപ്പൺ ആയി ചെയ്ത് കഴിഞ്ഞാൽ നേരെ പിന്നെ അത് നമ്മളെ പ്രിന്റ് ചെയ്യാനുള്ള ആ ഒരു ഇ ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അത് ഏകദേശം ഒരു 4-5 ഫോർമാറ്റ് ഉണ്ട്, സൈസ് അതിനനുസരിച്ച് സൈസ് ഉണ്ട്. അപ്പോൾ സാധാരണ ബുക്കിൻ്റെ സൈസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സൈസിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ തരുന്ന ഒരു വേർഡ് ഫയലുണ്ട്, ആ വേർഡ് ഫയലോട്ടാണ് നമ്മുടെ ഡാറ്റ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേർഡ് ഫയലോട്ടാണ് ആ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിൻ്റെ പേര് കൊടുക്കണം, എന്താണ് ബുക്കിലെ കോണ്ടന്റ് എന്നുള്ള ചെറിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കണം. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു കവർ പേജ് ഉണ്ടാവുമല്ലോ, ചട്ട, ബുക്കിൻ്റെ പുറമെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാവുമല്ലോ, ഇത് അപ്ലോഡ് ചെയ്യണം. ഇത്രയുള്ള സ്റ്റേജ്. ബാക്കി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള സെല്ല് ചെയ്യുന്നതനുസരിച്ചുള്ള എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കസ്റ്റമറുകൾ വരുന്ന സമയത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത് ഇ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഇ ബുക്കിനുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും.
ആമസോണിൻ്റെ ഉം, കമ്മീഷൻ കഴിഞ്ഞിട്ട് ആ ഒരു എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക. ഈ ഫിസിക്കൽ ഉം, ബുക്കാണെന്നുണ്ടെങ്കിൽ ആമസോൺ അതിന് പ്രിൻറ്റിങ് കോസ്റ്റും അതിനുള്ള ഉം, ചെറിയൊരു കമ്മീഷനും എടുക്കുന്നുണ്ട്. അത് ഉം. കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കിൻഡർ എന്ന് പറഞ്ഞത് അത് ഈ ബുക്ക് തന്നെയല്ലേ കിൻഡറിലൂടെ അതെ, പോകുന്നത്? അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ആ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് ഇതിനകത്ത് ഈ ബുക്ക് വേണമെങ്കിൽ ഈ ബുക്ക് മാത്രം ആക്ടിവേഷൻ ആക്കാം. അതല്ല ആ, പേപ്പർ പാക്ക് നല്ലൊരു അടിപൊളി ആയിട്ട് ഈ ബുക്കല്ല ബുക്ക് പോലെ കിട്ടണ കസ്റ്റമർക്ക് എങ്കിൽ അതും ചൂസ് ചെയ്യാം. ഹാർഡ് കവർ പേപ്പർ ബാക്ക് എന്നുണ്ട്. ഹാർഡ് കവർ വരുമ്പോൾ കുറച്ച് ഡയറി പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം. ചട്ട കുറച്ച് ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരിക്കും. പേപ്പർ ബാക്ക് വരുമ്പോൾ സാധാരണ ഒരു ബുക്ക്. ഒരു സാമ്പിൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതല്ലേ. ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇപ്പൊ ഈ ബുക്ക് മാത്രമാക്കിയിട്ട് ഞാൻ എന്റെ സ്വന്തം പൈസയ്ക്ക് ഒരു 500 കുറച്ച് ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഞാൻ അത് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി സെയിൽ ചെയ്യുന്നല്ലേ നല്ലത്? ഓക്കെ, ഈ രണ്ട് ഓപ്ഷനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു പിന്നെ ട്രേഡ് ലൈസൻസ് എടുക്കണം. ഏതെങ്കിലും ആ അത് ലൈസൻസ് ഓപ്പൺ ചെയ്യണം, GST എടുത്തിട്ട് ഓപ്പൺ ചെയ്യണം. ആ അപ്പോൾ അതിനാകുമ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള എത്ര 500 1000 ബുക്ക് ചെയ്യുമ്പോൾ അതിന് ഇനീഷ്യൽ എക്സ്പെൻസ് അവിടെ ഉണ്ട്. ആ ആ ഒരു ഫുൾ ടൈം സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പിക്ക് ചെയ്യണമെങ്കിൽ ആ സമയത്ത് പിക്ക് ചെയ്യുക, ഡെലിവറി പ്രിന്റ് ചെയ്തിട്ട് ഡെലിവറി കൊടുക്കുക. സാധാരണ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന ഉം, സമയത്ത് ഡെലിവറി ആ, ചെയ്യുക. ഈ ബുക്കും കിൻഡർ പബ്ലിക്കും ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ പുറങ്ങുന്ന ഉം. സമയത്തും ഓർഡർ വരും, ആ സ്പോട്ടിൽ തന്നെ ആമസോൺ അത് ഡെലിവറി ചെയ്യും. അപ്പൊ ഈ ബുക്ക് നമ്മള് കൂടുതലും ഇംഗ്ലീഷ് അല്ലേ അത് വായിക്കുന്നത്, മലയാളം അല്ലല്ലോ ഇംഗ്ലീഷും അവിടെ? ഉണ്ട് മലയാളം ഉണ്ട്, എവിടെ ലാംഗ്വേജ്. ഇപ്പം ഇന്നലെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചത് മലയാളത്തിലുള്ളതാണ്, യോഗ അത് ട്രെയിനിങ്ങുമായി മലയാളം. ബന്ധപ്പെടുന്നത്. യെസ്. ആ അപ്പൊ അത് നമ്മുടെ പക്ഷെ എങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നുണ്ട് നമ്മൾ മാർക്കറ്റ് നമുക്ക്. എങ്ങനെയാണോ, നമ്മൾ ഓഡിയൻസ് ആരാണോ അതിനനുസരിച്ച് ബുക്കിൻ്റെ കോണ്ടന്റ് അതിന് ഇത് മാറ്റേണ്ടി വരും. ഇപ്പോൾ മലയാളം ഓഡിയൻസ് ആണെങ്കിൽ ഓക്കെ മലയാളത്തിൽ ഇറക്കാം. അതല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇംഗ്ലീഷിലാണ് എനിക്ക് ആവശ്യമുള്ളത്, ഇംഗ്ലീഷിൽ ഇറക്കാം. അപ്പൊ നമുക്ക് രണ്ടും ഒരേപോലെ വിടാൻ പറ്റുമോ? ഒരു ഇതിനകത്ത് രണ്ടും ചെയ്യാം. ഇംഗ്ലീഷ്. അപ്പോൾ രണ്ടായിട്ട് വരും. അതായത് ഒന്ന് ഇത് മലയാളം വേർഷൻ അപ്ലോഡ് ചെയ്തു, ഇംഗ്ലീഷ് വേർഷൻ ആ, അപ്ലോഡ് ചെയ്തു. എത്ര വേണമെങ്കിൽ ചെയ്യാം, അതിന് വേറെ ചാർജസും കാര്യങ്ങളൊന്നുമില്ല. സെല്ല് ആ. ആവുന്നതിനനുസരിച്ച് ആമസോൺ അതിൻ്റെ കമ്മീഷൻ എടുക്കും, എങ്ങനെ വരിക. പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ അത് വേറെ വരും. അപ്പൊ ഇതിന്റെ വിലയൊക്കെ ആരാ നിശ്ചയിക്കുന്നത്? വില നമ്മൾ നിശ്ചയിക്കും. എത്രയാണോ ആ ബുക്കിന് പ്രൈസ് ഉള്ളത് വെച്ചാൽ അത് ഡോളറിലാണ് വരിക, നമ്മളാണോ? അതിനനുസരിച്ച്. അതെ അതെ. ആമസോൺ ആ ഒന്നുമില്ല, കാരണം കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ആമസോണിൽ ഇൻസേർട്ട് ചെയ്യുന്നു, അതിൻ്റെ എത്രയാണോ കോസ്റ്റ് എത്രയാണോ റേറ്റ് അത് നമ്മളാണ് അതിൽ ആഡ് ചെയ്യുക. എത്ര ആഡ് അപ്പൊ ചെയ്യാം. നമ്മളിപ്പോ ഇന്ത്യയിലാകുമ്പോ അത് ഇന്ത്യൻ മണിയില് നമ്മൾ ഒരു പൈസ അത് കാൽക്കുലേറ്റ് ചെയ്തല്ലല്ലോ നമ്മളിപ്പോ ദീർഘത്തിലേക്കോ ഡോളറിലേക്കോ അല്ല, പോകും. അത് അത് വേറെ. ആമസോൺ ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്യും. അത് ഇത്രയും ലാംഗ്വേജിക്ക് ഏതൊക്കെ രാജ്യങ്ങൾ വെച്ചാൽ കംപ്ലീറ്റ് അത് മാറ്റും. ഡോളർ, ദിറംസ് എയിൽ വെച്ചാൽ അത് ആമസോൺ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും. അപ്പോൾ ഒരു പ്രൈസ് ഇൻസേർട്ട് ചെയ്യാം, ആ പ്രൈസിനനുസരിച്ച് എത്രയാണോ അതിനുള്ള റേറ്റ് അതിനനുസരിച്ച് അത് മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഇന്ത്യയിൽ വെക്കുന്ന ഒരു നമ്മുടെ ബുക്കിന് ഇപ്പൊ 400 ആണെങ്കിൽ ആ സെയിം ഉം. $400 ആണോ മാറ്റുന്നത്? ആ $400 കൺവേർട്ട് ചെയ്താൽ കിട്ടേണ്ട ഒരു എമൗണ്ട് ആണ് ആമസോൺ അതിലേക്ക് മാറ്റുക. ആ കൃത്യം പൈസ. ആ കൃത്യം പൈസ. ഓക്കെ. അപ്പൊ നമ്മൾ ബുക്കിന് ഇച്ചിരി കൂട്ടി ഇടണോന്ന് അർത്ഥം. എത്ര കാരണം വേണമെങ്കിലും എന്റെ ചെയ്യാം. അല്ല ഇപ്രാവശ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 5 വർഷം ഇരുന്ന് എഴുതിയ ബുക്കാണ്. അതിനകത്ത് ഉം. ഒരുപാടുണ്ട് ഓരോ അസുഖങ്ങൾ മാറുന്നതും. പിന്നെ ആ ബുക്ക് കയ്യിൽ ഇരുന്നാലേ ഒരാൾക്ക് ഒരു സാറിന്റെ അടുത്ത് പോയി പഠിക്കണ്ട, അത്രയും ഇതായിട്ടാണ് അത് എഴുതി വന്നത്. അപ്പൊ എനിക്കത് തീരെ പൈസ കുറച്ചത് കൊടുക്കില്ലത്. ഓക്കെ. പിന്നെ അപ്പൊ ഞാൻ അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ ബുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നേരെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കൊടുക്കുക അല്ലെ, അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അതെ അതെ, അങ്ങനെ ചെയ്യാം. സാധാരണ ഇപ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയി. ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയി. അതെ. ഉം. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജുകൾ. അപ്പൊ ഞാൻ ഓക്കെ. ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ നമ്മൾ DTP ചെയ്യുന്ന അവർക്ക് ഇതെല്ലാം അറിയാവോ? ഈ ബുക്കിന്റെ ഫോർമാറ്റും ഇതൊക്കെ എങ്ങനെയാന്നൊക്കെ ഉള്ളത്? അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു എട്ട് ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ ഫയൽ അയച്ചു തരും. ആ ഫയലോട്ട് അവരോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ആ ഒരു ഫയലിൽ തന്നെ വേണം അപ്ലോഡ് ചെയ്യാൻ. ആ രീതിക്ക് അല്ലേ? അതെ, ആമസോൺ തരുന്ന അപ്പൊ ആരാ ഫയലിൽ ഫയല് തന്നെ വേണം അത് അപ്ലോഡ് ചെയ്യാൻ. എങ്ങനെ? അപ്പൊ ആ ഫയൽ ആരാ എനിക്ക് അയച്ചു തരുന്നത്? ആ ഫയൽ ഞാൻ ആരാ അയച്ചു എനിക്ക് തരും. അയച്ചു തരുന്നത്? ഞാൻ അയച്ചു തരാം. ഇങ്ങോട്ട് അയച്ചു. ഉം. അയച്ചു തരാം. ഓക്കെ ഓക്കെ.
എന്നാ നമുക്കിപ്പോ ഈ ബുക്ക് മതി. മലയാളവും ഇപ്പൊ മലയാളമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിന് അത് ഇനി ആക്കണം, ഭാഷ മാറ്റിയെടുക്കണം. ഓക്കെ അതുകൊണ്ട് ആദ്യം മലയാളം നമുക്ക് ചെയ്യാം. എന്നാല് ഓക്കെ ഓക്കെ. അത് പിന്നെ അതിന് എത്രയാണെങ്കിലും അപ്ലോഡ് ചെയ്യാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല, എത്ര ബുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ, എവിടുന്നാണോ ലോകത്തിൻ്റെ ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് ആ ഒരു ബുക്ക്, ആ ഒരു കീവേഡ് വെച്ചിട്ട് ആര് സെർച്ച് ചെയ്യുന്നു, അപ്പോൾ ആ ഒരു ബുക്ക് വരുന്ന രൂപത്തിൽ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആര് പർച്ചേസ് ചെയ്താണെങ്കിലും അതിനൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഈ ബുക്കിന്റെ വില എങ്ങനെയാ നിശ്ചയിക്കുന്നത്? അതെങ്ങനെയാ അതിന്റെ ഇത്? എത്രയാണോ റേറ്റ് ഇടുന്നത്, ഇപ്പോൾ ആ. നമ്മൾക്കൊരു റേറ്റ് ഉണ്ടാവില്ല ആ ഒരു ബുക്കിന്. ഇപ്പം ഒരു 400 500 അല്ലെ 1000 2000 എത്ര വെച്ചാൽ ആ ഒരു പ്രൈസ് അതിനകത്ത് ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇതെന്താ ഈ നമ്മുടെ ബുക്കിന് പ്രൊഡക്റ്റ് ആണ് ഈ ബുക്കിന്, അല്ല ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന് എത്രയാണെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ മറ്റേ ഒറിജിനൽ ബുക്കിന്റെ അതേപോലെ തന്നെയാണ് വില, എല്ലാം കവറും എല്ലാം ഇവിടുത്തെ വരുന്നത് ആ, അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതെ എന്നാ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്ക് അത് അയച്ചു തരണേ. ഞാൻ ആദ്യം കമ്പ്യൂട്ടർ സെന്ററായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ ശരി DTP എടുക്കുന്നതിന് ഓരോ പേജിനും എത്ര രൂപ വെച്ചാന്നൊക്കെ ഉള്ളത് കേട്ടോ. ശരി ശരി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ. ബൈ. ഓക്കെ.